الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ വിട്ടുപിരിഞ്ഞ ദിവസം, ആ ദിവസത്തെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം വിഷമവും പ്രയാസവും വന്നു ചെയ്യും. ഒരു ജൂലൈ മാസത്തിലെ 12-ാം തീയതി ഒരു വെള്ളിയാഴ്ച രാവിലെയാണ് എൻ്റെ പിതാവ് മരിച്ചത്. ഓർക്കുമ്പോൾ തന്നെ വളരെയധികം വിഷമം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി തീർക്കുമാറാകട്ടെ. ഇതേ രൂപത്തിൽ ആ പിതാവിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിട്ടുപിരിഞ്ഞത് റബീഉൽ അവൽ 12-നാണ്. റബീഉൽ അവലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് പറയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പുറപ്പെട്ടതും റബീഉൽ അവലിലാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിൻ്റെ തിരുദൂതനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോക വിശ്വാസികളെ വിട്ടുപിരിഞ്ഞത് റബീഉൽ അവൽ 12 തിങ്കളാഴ്ച 10 മണിക്കാണ്, രാവിലെ 10 മണിക്ക്. വിശ്വാസികൾക്ക് ഈ 3 കാര്യങ്ങളും പ്രത്യേകതയുള്ളത് തന്നെയാണ്. എന്നാൽ ചിലർ ഒരു കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ, എന്താണ് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ വാപ്പ ജനിച്ച ദിവസത്തിന് നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. ആ ഡേറ്റ് ചിലപ്പോൾ നമുക്ക് അറിയുക പോലുമില്ല. എന്നാൽ ഒരാൾ മരിച്ച തീയതി അതറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഉമ്മ എന്നാണ് മരിച്ചത് എന്ന് ഉമ്മ മരിച്ചവരോട് ചോദിച്ചാൽ, ജ്യേഷ്ഠൻ എന്നാണ് മരിച്ചത് എന്ന് ജ്യേഷ്ഠൻ മരിച്ചവരോട് ചോദിച്ചാൽ, അനുജനോട് ചോദിച്ചാൽ അവർ പറയും ഇന്ന ഡേറ്റിനാണെന്ന്. ആ ഡേറ്റിൽ യാതൊരു തർക്കവും ഉണ്ടായിരിക്കുകയില്ല. ഒരു ജന്മദിനം ആഘോഷിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതല്ല. കാരണം യഹൂദികളും നസ്രാണികളുമായിരുന്നു അന്ന് ജന്മദിനം ആഘോഷിച്ചിരുന്നത്. അവരോട് ഇഖ്തിലാഫാകാൻ, അവരോട് വ്യത്യസ്തരാകാൻ പല കൽപ്പനകളും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിച്ച കാലഘട്ടത്തിൽ തൻ്റെ ശരീരത്തിലേക്ക്, മാറിടത്തിലേക്ക് അമ്പ് വന്നിട്ടും മാറി നിൽക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചവരുണ്ടായിരുന്നു.
തൻ്റെ സമ്പത്ത് മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. വീട്ടിൽ പച്ചവെള്ളവും കാരക്കയും മാത്രം അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നു. 1.25 ലക്ഷത്തോളം വരുന്ന സഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വിളിക്കുമ്പോൾ മടിച്ചു നിൽക്കാതെ പിന്നാലെ പുറപ്പെട്ടിരുന്നു. അവരാരും ആഘോഷിക്കാത്ത, അവരാരും കൊണ്ടു നടക്കാത്ത ഒരാഘോഷമാണ് ഇന്നിൻ്റെ തെരുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയിൽ നിന്നും മരണത്തിൽ നിന്നും നമുക്ക് പല പാഠങ്ങളും പഠിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിലൂടെ പ്രവാചകന്മാരുടെ വരവ് അവസാനിച്ചു. മേലെ നിന്നുള്ള മേലായ റബ്ബിൻ്റെ വഹിയിൻ്റെ എല്ലാ അറിവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തു നിന്ന് വിട്ടുപോയപ്പോൾ തീർന്നുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു സന്ദർശിക്കാറുണ്ടായിരുന്നു. അവർ അവിടുന്ന് കരയുകയായിരുന്നു. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിനാണോ വഫാത്തായതിനാണോ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല, വലാകിൻ ഇന്നമാ അബ്കി അലൽ വഹ്യി അല്ലദീ ഇൻഖതഅ അന്നാ മിനസ് സമാ, ആകാശത്തു നിന്ന് വിവരം ലഭിക്കുന്ന വഹ്യ് നിലച്ചതാണ് എന്നെ ഏറ്റവും അധികം ദുഃഖത്തിലാഴ്ത്തുന്നത് എന്ന് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് മുമ്പ് തന്നെ മരണത്തിൻ്റെ സൂചനകളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞത് ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ, നീയും മരിക്കുന്നതാണ് അവരും മരിക്കുന്നതാണ് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. മരിക്കാതെ ഈ ലോകത്ത് നിലനിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സൂറത്തുൻ നസ്റിൻ്റെ അവതരണം, സൂറത്തുൻ നസ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ വൃത്താന്തമായിരുന്നു എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിറുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്തിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, രാജ്യങ്ങളും കൊട്ടാരങ്ങളും വിജയിച്ചടക്കുന്നതാണ് ഉദ്ദേശിച്ചതെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് അഭിപ്രായമെന്ന്. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം മരണത്തെക്കുറിച്ചും അവധിയെക്കുറിച്ചും ഉദാഹരണത്തിലൂടെ അറിയിച്ചു കൊടുത്തതാണ്. ഒരു പ്രവാചകൻ്റെ ദൗത്യം പൂർത്തിയായാൽ, പ്രവാചകൻ്റെ ദൗത്യത്തിൻ്റെ വിജയമുണ്ടായാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവാചകൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ ആളുകളുണ്ടായാൽ പിന്നെ ആ പ്രവാചകൻ്റെ ആവശ്യം ഈ ലോകത്തില്ല എന്നു വരുമ്പോഴാണ് ആ പ്രവാചകൻ്റെ അനുവാദത്തോടുകൂടി അല്ലാഹു തആല ആ പ്രവാചകനെ തിരിച്ചു വിളിക്കുക. തുടരെ തുടരെ വഹ്യുകൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ സൂചനയായിരുന്നു അത്. قال أنس بن مالك رضي الله عنه أن الله تعالى تابع على رسول الله صلى الله عليه وسلم قبل وفاته حتى توفاه أكثر ما كان الوحي. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമെടുത്ത സമയത്ത് വഹിയിൻ്റെ ആധിക്യമുണ്ടായിരുന്നുവെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20 ദിവസത്തെ എഴുത്തിക്കാഫ് അവസാനത്തെ റമദാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനിൻ്റെ പ്രത്യേകത എന്താണ്? ഖാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫീ കുല്ലി റമദാൻ 10 അയ്യാമിൻ, 10 ദിവസം എല്ലാ റമദാനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കുമായിരുന്നു. ഫലമ്മാ കാനൽ അമല്ലദീ ഖുബിദ ഫീഹി അഅ്തകഫ 20 യൗമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ 20 ദിവസം ഇഅ്തികാഫിരുന്നു. ഇന്ന ജിബ്രീല കാന യുഗാരിദൂനി അൽ ഖുർആൻ കുല്ല സനത്തിൻ മറ وإنه عارضني العام مرتين ولا أراه إلا قدر أجلي. എല്ലാ വർഷവും ഒരു തവണയാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഖുർആൻ ഖത്തം തീർക്കാൻ, അല്ലെങ്കിൽ ഖുർആൻ കേൾക്കും. ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ റമദാനിലും വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുർആൻ കേൾക്കുമായിരുന്നു. എന്നാൽ ആ അവസാനത്തെ റമദാനിൽ 2 തവണയാണ്
ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഖുർആൻ മുഴുക്കെ കേട്ടത്. എൻ്റെ അവധി അടുത്തിരിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തെ തുടർന്ന് സഹാബത്തിനെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക എന്ന് പറഞ്ഞെടുത്ത് യാ അയ്യുഹന്നാസ് ഖുദൂ അന്നി മനാസികക്കും ഫഇന്നീ ലാ അദ്രീ ലഅല്ലീ ലാ ഹജ്ജ ബഅദീ അബാദ ആമീ ഹാദാ. എന്നിൽ നിന്നും നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ സ്വീകരിച്ചു കൊള്ളുക, അടുത്ത വർഷം ഞാനിവിടെ മടങ്ങി വന്നു കൊള്ളണമെന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചുന്ന സഹാബത്ത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോകുമ്പോൾ എത്രമാത്രം അവർക്ക് സങ്കടമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അതുകൊണ്ടാണ് നേരത്തെ ഈ കാര്യമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചനകളിലൂടെ അറിയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചു. സഫർ മാസം അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസയെ അനുഗമിച്ച് മടങ്ങുമ്പോൾ രോഗം പിടികൂടി. ശക്തമായ പനിയും തലവേദനയും അവിടുന്ന് ശരീരത്തിൽ വന്നു. രോഗിയായി 11 ദിവസം ജനങ്ങൾക്ക് ഇമാമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. 13 ദിവസം അദ്ദേഹം രോഗിയായിരുന്നു. രോഗത്തിൻ്റെ കാരണമെന്ത്? അതിന് കാരണം ഖൈബറിലെ ജൂത സ്ത്രീ കൊടുത്ത വിഷത്തിൻ്റെ അളവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ കടന്നിരുന്നു. അവസാന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ സമയത്തെക്കുറിച്ച്, അവസാനത്തെ നാളുകളെക്കുറിച്ച് നമ്മൾ അറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ സുഖമില്ലാത്ത ഒരവസ്ഥ. പ്രവാചകൻ്റെ ഒരു പത്നിയുടെ വീട്ടിൽ നിന്ന് മറ്റേ പത്നിയുടെ വീട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐനാന ഗദൻ യുരീദു യൗമ ആയിഷ. നാളെ ഞാൻ എവിടെയാണ്? ആയിഷയുടെ വീട്ടിലാണോ എന്ന് ചോദിച്ചപ്പോൾ നബി പത്നിമാർക്ക് മനസ്സിലായി ആയിഷയുടെ വീട്ടിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹക്ക് മറ്റുള്ള ഭാര്യമാർ അവരുടെ ഊഴമൊക്കെ മാറ്റിവെച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാർക്കാൻ അനുവദിച്ചു. ഭാര്യമാർക്കിടയിൽ നീതി കാട്ടണമെന്ന് ആ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് ശപിച്ച ഒരു കൂട്ടരുണ്ട്. ആരെയാണ് ശപിച്ചത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ഖബറുകളിൽ ചെന്ന് സുജൂദ് ചെയ്യുന്ന, ഖബറുകളിൽ ചെന്ന് തൻ്റെ ആവശ്യങ്ങൾ പറയുന്ന യഹൂദരെയും നസ്രാനികളെയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു. അപ്പോൾ ഖബറിൽ ജാറത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരും സുജൂദ് ചെയ്യുന്നവരും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപത്തിനിരയായവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ശപിച്ചാൽ ആ കാര്യം ഈ ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ചെയ്തോ അവരുടെ മേലൊക്കെ ആ ശാപം നിലനിൽക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളാരെയെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഇതാ എൻ്റെ മുതുക്, പ്രതിക്രിയ ചെയ്തുകൊള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗത്തിലായിരിക്കുമ്പോൾ പറയുകയാണ്. ഞാൻ ആരുടെയെങ്കിലും സമ്പത്ത് അപഹരിച്ചിട്ടുണ്ടോ? എൻ്റെ സമ്പത്തിൽ നിന്ന് എടുത്തുകൊള്ളൂ എന്ന് പറയുകയാണ്. ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആണ് വിളംബരം ചെയ്യേണ്ടത്. മരിച്ചു മയ്യത്ത് കിടക്കുമ്പോൾ പള്ളിയിൽ നിന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുകയല്ല. മരണത്തിൻ്റെ കാര്യം ഉറപ്പിച്ച ഒരു രോഗമാണെങ്കിൽ, മരണത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അന്വേഷിക്കാൻ ആളെ പറഞ്ഞേക്കണം. ഞാൻ ആർക്കെങ്കിലും കടം വീട്ടാനുണ്ടോ, കടം കൊടുക്കാനുണ്ടോ, ആർക്കെങ്കിലും എൻ്റെ മേൽ പ്രതികാര നടപടിയെടുക്കാനുണ്ടോ, എല്ലാം ഇവിടെ നിന്നു തീർത്തില്ലെങ്കിൽ അതൊക്കെ നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ വെച്ച് തീർക്കാൻ കഴിയാത്ത കടങ്ങളായി മാറുമെന്ന് നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. ഞാൻ ആരുടെയെങ്കിലും അഭിമാനം വ്രണപ്പെടുത്തിയിട്ടുണ്ടോ? ഇതാ എൻ്റെ അഭിമാനം നിങ്ങൾക്ക് വ്രണപ്പെടുത്താമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് ലോകത്തൊരു ഭരണാധികാരിക്കും പറയാൻ കഴിയാത്ത വാക്കുകളാണ് ആവാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നമുക്ക് മരണശയ്യയിൽ കിടക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് പോലും മാതൃകയുണ്ട്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നമസ്കരിച്ചു. ഒരാൾ പറഞ്ഞു, എനിക്ക് 3 ദിർഹം തരാനുണ്ട്.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്തു. മറ്റൊരാൾ പറഞ്ഞു, താങ്കൾ എന്നെ അടിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരാൻ പറഞ്ഞു. അടുത്തു വന്നപ്പോൾ ആ സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറിൽ ചുംബിക്കുകയാണ് ചെയ്തത്. വയറിൽ പ്രതികാര നടപടി അങ്ങനെയായിരുന്നു. ഒന്നും ബാക്കി വെച്ചിട്ടില്ല പ്രവാചകൻ. ഒരു മഅലൂമാത്തും ഒരു ക്രയവിക്രയത്തിലെ ഒരു അനീതിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെക്കാതെ മുന്നോട്ട് പോയി. മരണം തെരഞ്ഞെടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ നബിയ്യിൻ യംറുദു ഇല്ലാ ഖൈറു ഖുയ്യിറ ബൈന ദുനിയ വൽ ആഖിറ. എല്ലാ പ്രവാചകന്മാർക്കും മരണത്തെ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. ഒന്നുകിൽ ദുനിയാവിനെ അല്ലെങ്കിൽ പരലോകത്തെ തിരഞ്ഞെടുക്കാൻ അവസരം എല്ലാ പ്രവാചകന്മാർക്കും കൊടുക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഇപ്പോൾ മരിപ്പിക്കണോ, എന്താണ് ചെയ്യേണ്ടതെന്ന് അനുവാദം ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനാകുന്നതും മരിക്കുന്നതും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, അവർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഇടയിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടാതെ ഒരു നബിക്കും രോഗം പിടിപെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവ് റൂഹ് പിടിക്കപ്പെട്ട രോഗാവസ്ഥയിൽ കഠിനമായ ഒരു ശബ്ദം അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അവിടുന്ന് പറയുന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി, അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ നബിമാരുടെയും സിദ്ദീഖുകളുടെയും സുഹദാക്കളുടെയും സാലിഹികളുടെയും കൂടെ എന്നെ ഉൾപ്പെടുത്തണമെന്ന്. അവിടത്തേക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ തിരഞ്ഞെടുത്തു എന്നും ഞാൻ മനസ്സിലാക്കിയെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഇനിയോ മരിക്കുന്നതിൻ്റെ 4 ദിവസം മുമ്പ് മഗ്രിബ് നമസ്കാരം നിർവഹിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കുന്നതിൻ്റെ 4 ദിവസം മുമ്പ് റഅയ്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൽ മഗ്രിബ് ഫഖറ ഫീക അൽ മുർസലാത്തി ഉർഫാ. അൽ മുർസലാത്തി ഉർഫ എന്ന സൂറത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ദിവസം മുമ്പ് പാരായണം ചെയ്തത്. ഇമാം നിന്ന് നമസ്കരിക്കുന്നത് അവിടെ അവസാനിച്ചു. കാന ആഖിറു ശൈഇൻ സല്ല സുമ്മ ലം യുസല്ലി ബഅദഹ. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടില്ലെന്ന് പറയുന്നു. ഇശാഇന് ബാങ്ക് കൊടുത്തു. രോഗം ബാധിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരണമെന്നാഗ്രഹിച്ചു. ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയം സംഭവിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇശാ നമസ്കാരത്തിൻ്റെ സമയത്ത് ജനങ്ങൾ കുറേയധികം കാത്തുനിന്നു. ഇശാഇൻ്റെ സമയം കഴിയാനായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം ഇടയ്ക്കിടയ്ക്ക് വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് ബോധം വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് അസ്വല്ലന്നാസ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ജനങ്ങൾ നമസ്കരിച്ചിട്ടില്ലെന്ന് പറയും. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാസു വഖൂഫൻ ഫിൽ മസ്ജിദി യൻതളിർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിസ്വലാത്തിൽ ഇശാ നമസ്കാരത്തിനു വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഫാർസല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അബീ ബക്കറിൻ അൻ സ്വല്ല ബിന്നാസ്. ജനങ്ങളെ കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചുമതലയേൽപ്പിച്ചു. മരണത്തിൻ്റെ 3 ദിവസം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിൻ്റെ 3 ദിവസം കൊണ്ട് സമൂഹത്തോട് പറഞ്ഞതെന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല സമഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല മൗതിഹി ബി 3 അയ്യാമിൻ യഖൂലു ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്നു ബില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിനെ കൊണ്ട് സദ്വിചാരം കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത്. അല്ലാഹു തആലയെ കൊണ്ട് സദ്വിചാരം കൊണ്ട് മരണപ്പെടുന്ന ആളുകളിൽ നിങ്ങൾ ഉൾപ്പെടണമെന്ന് സമുദായത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തു. മരണത്തിന് 2 ദിവസം മുമ്പ് ളുഹർ നമസ്കാരത്തിന് ശേഷം 2 ആളുകളുടെ സഹായത്തോടു കൂടി പള്ളിയിൽ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം അല്പം ശമനമായി എന്ന് തോന്നിയപ്പോൾ മുസ്ലിങ്ങളോടൊപ്പം ജമാഅത്തിൽ പങ്കെടുക്കാൻ പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. 2 ആളുകളുടെ തോളിൽ കൈവച്ച് താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയ ആളുകൾ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തള്ളവിരൽ മാത്രമായിരുന്നു നിലത്ത് തട്ടിയിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തള്ളവിരൽ നിലത്ത് തട്ടിയിട്ട് 2 ചാലുകൾ ഉണ്ടായിരുന്നു ആ മണലിൽ എന്ന് പറയുകയാണ്. നമ്മളൊക്കെ ഒരു പനി വന്നാൽ, ഒരു തലവേദന വന്നാൽ, അല്ലെങ്കിൽ ചെറിയൊരു വേദന വന്നാൽ, കയ്യിൻ്റെ മുട്ടിലൊരു മുറിയായ 1 മാസവും ഒരാഴ്ചയും 2 മാസവും ഒക്കെ
പള്ളിയിൽ പോകാതെ ഇരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയം സംഭവിക്കുന്നുണ്ടെങ്കിലും പള്ളിയിൽ ജമാഅത്തിന് പോവുക എന്നുള്ളത് അങ്ങൊന്നിൻ്റെ എത്രത്തോളം പ്രാധാന്യമുള്ള വിഷയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ളുഹർ നമസ്കാര സമയത്തായിരുന്നു അത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അബൂബക്കർ പിന്നോട്ട് നിൽക്കാൻ നോക്കി. അവിടെ തന്നെ നിൽക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു. തന്നെ അബൂബക്കറിൻ്റെ അരികിലിരുത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അബൂബക്കർ പ്രവാചകനെയും ജനങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും തുടർന്ന് നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നായിരുന്നു നമസ്കരിച്ചത്. മരണത്തിന് ഒരു ദിവസം മുമ്പ് ഞായറാഴ്ച അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമകളെ മോചിപ്പിച്ചു. 6-7 ദിനാർ ദാനം ചെയ്യുകയും ചെയ്തു. അവസാനത്തെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെ ഫാത്തിമയെ വിളിച്ചു വരുത്തി. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് സംസാരിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് എന്താണ് സംസാരിച്ചത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒന്നാമത്തെ സംസാരത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. രണ്ടാമത്തെ സംസാരത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കുകയും ചെയ്തു. എന്താ സംഭവിച്ചത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, സാറനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബിർനി അൻ യുഖ്ബല ഫീ വജഇഹി അല്ലദി തുവഫി ഫീഹി ഫബക്കത് ثم سارني فأخبرني أني أول أهل بيت وأتباه فضحكت. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയെ വിളിച്ചു പറയുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങേയറ്റം വിഷമത്തിൽ കരഞ്ഞു. അതിനുശേഷം ഒന്നുകൂടി അടുത്തു വിളിച്ചു പറഞ്ഞു, അഹ്ലുബൈത്തിൽ നിന്ന് ഫാത്തിമ, നീയാണ് എൻ്റെ അടുത്തേക്ക് ആദ്യം വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കുകയും ചെയ്തു. മരണത്തിൻ്റെ വാർത്ത കേൾക്കുമ്പോൾ ചിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഈമാനിൻ്റെ ശക്തി എത്രയാണ്! 6 മാസം കഴിഞ്ഞു ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായി. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവർക്ക് രണ്ടാൾക്കും പ്രത്യേകം ഉപദേശങ്ങൾ ആ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. ഭാര്യമാരെ വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകി. അവസാന നിമിഷത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെ അടുത്ത് ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കി. ബ്രഷ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അത് മനസ്സിലാക്കി മിസ്വാക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. മരണം വന്നു ചേർന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മരണം വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു തോൽപാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രം വെള്ളം, അല്പം വെള്ളമുണ്ടായിരുന്നു. അതിലേക്ക് അവിടുന്ന് കൈ പ്രവേശിപ്പിച്ചുകൊണ്ട് മുഖം തടവിയിരുന്നു. എന്നിട്ട് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനല്ലെന്നും മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ടെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് തൻ്റെ കൈ ആകാശത്തേക്ക് ഉയർത്തി, അല്ലാഹുവേ അല്ലാഹുവേ സുമ്മന സബയദഹു ഫജഅല യഖൂലു ഫിർ റഫീഖിൽ അഅല, ഉന്നതരായ കൂട്ടുകാരോടൊപ്പം എന്നെ ചേർക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളുടെ കരളിൻ്റെ കഷ്ണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി പറയുന്നു. മരണത്തിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്ന് ഇങ്ങനെ പറയുന്നതായി ചെവി അടുത്തു പിടിച്ചപ്പോൾ എനിക്ക് കേട്ടു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വൽഹിഖ്നി ബിർറഫീഖ്, അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തു തരണമേ, എന്നോട് കരുണ കാണിക്കുകയും കൂട്ടുകാരോടൊപ്പം എന്നെ ചേർക്കുകയും ചെയ്യണമേ. ഇങ്ങനെ പറഞ്ഞാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞ ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്നത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. പ്രവാചകനെ കണ്ണിനേക്കാൾ, കരളിനേക്കാൾ, കാതിനേക്കാൾ, നമ്മുടെ ശരീരത്തെക്കാൾ, ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, കച്ചവടത്തേക്കാൾ, വരുമാനത്തേക്കാൾ,
വരുമാനത്തെക്കാൾ, വീടിനേക്കാൾ, മറ്റ് ഈ ലോകത്തെക്കാൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിൽ ദുഃഖിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ആ പ്രവാചകൻ്റെ മാതൃക പിൻപറ്റി ജീവിക്കുകയും ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ പറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു ഭ്രാന്തനെ പോലെയായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നാരെങ്കിലും പറഞ്ഞാൽ അവരുടെ തലയെടുക്കുമെന്ന് പറഞ്ഞ് വാളൂരി നിൽക്കുന്ന ഉമറിനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് കാണുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു തളർന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സമചിത്തതയോടെ വീണ്ടും മിമ്പറിൽ കയറി, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഫിസ് സമാഇ ഹയ്യുൻ ലാ യമൂത്ത്. പ്രവാചകനെയാണ് ആരെങ്കിലും ആരാധിച്ചിരുന്നുവെങ്കിൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ വഫാത്തായിരിക്കുന്നു. അതേപോലെ അള്ളാഹുവിനെയാണ് ആരെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ അള്ളാഹ് ഇപ്പോഴും ഉപരിയിലുണ്ട്, ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായി അള്ളാഹു ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് ആ മിമ്പറിൽ കയറി ഉപദേശിച്ചു. മദീനയുടെ അന്നത്തെ അവസ്ഥ, മദീന എല്ലാവരും എല്ലാ കുടിലുകളിൽ നിന്നും കരച്ചിലായിരുന്നു. ഇരുണ്ട ദിവസമായിരുന്നു. മുൻഗാമികൾ അങ്ങേയറ്റം വേദനിച്ച ദിവസങ്ങളായിരുന്നു. എന്നാൽ പിൻഗാമികൾ എന്തു ചെയ്യുന്നു? ഞാനൊന്നും പറയുന്നില്ല. പിൻഗാമികൾ റബീഉൽ അവ്വൽ 12-ന്റെ 10 മണിക്ക് എന്തു ചെയ്യുന്നു എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഈ ഒരു ആഘോഷവും ഈ ഒരാഹ്ലാദവും ഈ ഒരാരവവും ഈ ഒരു മൈക്ക് കെട്ടലും ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ സ്വന്തത്തോട് ചോദിച്ചാൽ മതി. നബി ഇവിടെ പറഞ്ഞ ഒരു ദുഹാ സമയത്ത് ഘോഷയാത്ര സംഘടിപ്പിക്കണോ, മറ്റൊരുക്കങ്ങൾ നടത്തണോ, അതോ കടമ പൂർത്തീകരിച്ച് ഇവിടെ നിന്നും തിരിച്ചുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുടിയിലും വേഷത്തിലും സംസ്കാരത്തിലും സംസാരത്തിലും സ്വഭാവത്തിലും വിശ്വാസത്തിലും കർമ്മത്തിലും പെരുമാറ്റത്തിലും അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ടോ? ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ആണ്ടറുതിക്കൊരു ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്ന് അങ്ങേയറ്റം പ്രവാചകനെ ഇഷ്ടപ്പെടുകയും ബാക്കി 364 ദിവസം പ്രവാചകൻ അനുസരിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. 5 വക്ത് നമസ്കാരത്തിന് ജമാഅത്തായി പങ്കെടുക്കുകയാണ് കരളിൻ്റെ കഷ്ണമായ പ്രവാചകനെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. മാതാപിതാക്കളെ ദ്രോഹിക്കാതിരിക്കലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ലഹരിക്കടിമപ്പെടാതിരിക്കലാണ്, വ്യഭിചാരത്തിൻ്റെ ചാറ്റുകൾ നിർത്തലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. സമൃദ്ധമായി താടി വളർത്തുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. നിര്യാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. മാന്യമായ വസ്ത്രം സ്ത്രീകൾ ധരിക്കലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. പരലോകത്തെ ഓർത്ത് അവിടുത്തെ വിജയത്തെക്കുറിച്ച് ചിന്തിച്ച് ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിച്ച് ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ജീവിക്കലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അങ്ങേയറ്റം അനുധാവനം ചെയ്യാനും അനുകരിക്കാനും ഫോളോ ചെയ്യാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗ്ഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാഉൻ ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ധാരാളം സ്വലാത്ത് ചൊല്ലി അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് അനുകരിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.